ഹായ് വെൽക്കം ബാക്ക് ടു ഡാസിൽ ഡിസൈൻ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബനാറസിയുടെ കളക്ഷൻസ് ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ്. അപ്പൊ നമുക്കതൊന്ന് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. 5 കളേഴ്സ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാനിതിങ്ങനെ ഈ മടക്കി തന്നെ നിങ്ങൾക്ക് കാണിക്കുമ്പം ആ ഒരു എക്സാക്ട് കളർ ഒന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് കാണിക്കുവാണ്. ഫസ്റ്റ് വരുന്നത് ഇതിന്റെ ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡ്. തേർഡ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ്. അതുപോലെ ഫോർത്ത് വൺ വരുന്നത് നമ്മുടെ ആ ഒരു ഞാവൽപ്പഴത്തിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ്. ആൻഡ് ഫിഫ്ത്ത് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇനി നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ്, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ്. ഈ ഒരു മെറ്റീരിയലിനകത്ത് ഇതിന്റെ ആ ഒരു ലൈൻസ് പോലാണ് ആ ഒരു ആന്റിക് സെറി വീവ്സ് പോയിരിക്കുന്നത്. ഒരു വീതിയുള്ള ഒരു ലൈൻസും അതുപോലെ കുഞ്ഞ് ഇച്ചിരൂടെ വീതി കുറഞ്ഞ ഒരു ലൈൻസും, അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു വീവ്സ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിന് വന്നിരിക്കുന്നത്. അതുപോലെ ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഡ്രൈ വാഷ് ആയിരിക്കണം ചെയ്യുന്നത്. നമ്മൾ തന്നെ കഴുകാനായിട്ട് ശ്രമിക്കരുത്. ഇതൊക്കെ ഡൈ ചെയ്ത് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മളിത് ഡ്രൈ വാഷ് തന്നെ ചെയ്യണം. പാർട്ടി വെയർ ആയിട്ടുള്ളതുകൊണ്ട് റെഫ്യൂസിലൊന്നും നമ്മളിത് ചെയ്യാനായിട്ട് പാടില്ല. അല്ലാതെ നമ്മൾ നല്ല കെയർ ചെയ്ത് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. ആ എൻഡില് ആ ഒരു നല്ല വീതിയിൽ ആ ഒരു ആന്റിക് സെറി വീവ്സ് വരുന്നുണ്ട്. ബാക്ക് പ്ലെയിൻ ആണ്. പ്ലെയിൻ്റെ കൂടെ ആ ഒരു ഇതിന്റെ സ്ലീവ്സും കൂടാണ് ഈ വരുന്നത്. ബാക്ക് ഇതിന്റെ ഈ ഒരു ഇത്രയും ഭാഗം വരുന്നത് സ്ലീവ്സ് ആണ്. സ്ലീവ്സിന് ഇങ്ങനെ ഒരു ബോർഡറും ഉണ്ട്. ബാക്കി പാർട്ടാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. ബാക്ക് അതുപോലെ തന്നെ സ്ലീവ് ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ടോപ്പിന്റെ ലുക്ക് വരുന്നത്. ദുപ്പട്ട വരുന്നത് ചെറിയ ചെറിയ ബൂട്ടി ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു 4 സൈഡിലും ആ ഒരു വീതി കുറഞ്ഞ ഒരു ബോർഡറും ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ ഒരു ആന്റിക് ബോർഡർ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ദുപ്പട്ടയുടെയും ടോപ്പിന്റെയും കൂടെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെ ആ ഒരു ബോർഡർ, താഴെ വരുന്ന ബോർഡറും കുറച്ച് വീതി കുറഞ്ഞു തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ബോട്ടം വരുന്നത് ആ ഒരു പ്ലെയിൻ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത്. ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1990 1990 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് വൺ വരുന്നത് ആ ഒരു മെറൂൺ ആണ്. സ്പെസിഫിക്കേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ആ ഒരു മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ്. ഇനി ഞാൻ നൂർത്ത് കാണിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സെറ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പിടിക്കുന്നേ ഉള്ളൂ. അപ്പൊ മെറൂൺ ആണിത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1990 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ആ ഒരു നല്ലൊരു ബ്ലൂ ആണ് വരുന്നത്. ഒരു നേവി ബ്ലൂവിലോട്ട് പോകുന്നില്ല, എന്നാലും നേവി ബ്ലൂവിന്റെ ആ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്, ഈ ഒരു കളർ വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1990 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് കോഫി ബ്രൗൺ ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ബാക്ക് പ്ലെയിൻ ആണ്. ബാക്കിൽ ഒരു ചെറിയ ബോർഡറും നിങ്ങൾക്ക് എൻഡിൽ വെക്കാനായിട്ട് കിട്ടുമേ. അങ്ങനെയാണ്. സ്ലീവിനും ബോർഡർ വരും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1990 1990 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ആ ഒരു ഞാവൽപ്പഴത്തിന്റെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബോട്ടം ഇങ്ങനെ വരും, ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1990 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കാണിച്ച ആ ഒരു മെറ്റീരിയൽ ഉള്ളതാണ്. ഇത് വരുന്നത് ഇതിന്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത് പീകോക്ക് ബ്ലൂ ആണ്. ഒരു പീകോക്ക് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. അതിന്റെ കളറ് വീഡിയോയിൽ കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ ആ ഒരു അതിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ചെറിയ ചെറിയ ഒരു ലൈൻസ് പോലെ ആണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ആ ഒരു ലൈൻസ് പാറ്റേണിലാണ് വരുന്നത്. ഇനി ഞാനിത് നൂർത്ത് കാണിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇങ്ങനെ ലൈൻസ് പോലെ ചെറിയ ചെറിയ ബൂട്ടീസ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ വരും. ഒരു സിൽക്കി ജോർജറ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. അതുപോലെ ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ്. സ്ലീവും കൊടുത്തിട്ടുണ്ട്. ബാക്കിന് ഒരു ചെറിയ ബോർഡർ ബാക്കിൽ എൻഡിലും വരുന്നുണ്ട്. സ്ലീവിനും ആ ഒരു ബോർഡർ വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് സ്ലീവിനും മെറ്റീരിയൽ വരുന്നത്. ഇത് ഇന്ന് മുമ്പ് കാണിച്ച ആ മെറ്റീരിയൽ പോലെ തന്നെയാണ്. ചെറിയ ആ ഡിസൈനിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ദുപ്പട്ട വരുന്ന ആ ഒരു ലൈൻസ് പാറ്റേണിലാണ് വരുന്നത്. ബോട്ടം വരുന്നത് ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ. ഇതിന്റെ ആ ഒരു പീകോക്ക് ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1990 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്താൽ മതി. അതുപോലെ ഇതൊക്കെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്ത് തന്നെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. അങ്ങനെ വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ റഫ്യൂസിനുള്ള ഒരു മെറ്റീരിയൽ അല്ല ഇത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇനിയും അടുത്ത കളക്ഷൻസുമായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.